ഹലോ, ഞാൻ ടാനിയ ജോയൽ. എല്ലാ ദിവസവും ഇല്ലേ നമ്മളിങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ കാണിച്ചു തരും, നമ്മുടെ ബെഡ്ഷീറ്റ് വാങ്ങിക്കും. അപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ കണ്ട് ഇങ്ങനെ അകലെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ ആക്ച്വലി നമുക്ക് അവരോടൊക്കെ എന്താ തോന്നുന്നത്, ഭയങ്കര സ്നേഹവും ഭയങ്കര എന്താ നമുക്കൊരു സന്തോഷം. മനസ്സിലുള്ള ഏറ്റവും വലിയ കാര്യം എന്നാണെന്നറിയാമോ? നമുക്ക് ഈ നല്ല ഉടുപ്പിട്ടതും നല്ല ബെഡ്ഷീറ്റ് വിരിച്ചതും ഒന്നുമല്ല കേട്ടോ. നല്ല സ്നേഹം ഉണ്ടാകുന്ന ആൾക്കാരുടെ ഇടയ്ക്കൂടെ നടക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം കിട്ടും. നമുക്ക് അന്നത്തെ ദിവസമില്ലേ ഫുൾ എനർജി ആയിരിക്കും കേട്ടോ. ഇന്ന് ഇവിടെ ഒരു അങ്കിളും ആൻറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ. ആ അങ്കിളും ആൻറ്റിയില്ലേ പരസ്പരവും നല്ല സ്നേഹമാണ്, നമ്മളോടും നല്ല സ്നേഹമാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണാൻ പറ്റുന്നതും കേൾക്കുന്നതും ആക്ച്വലി തമ്പുരാന്റെ വലിയ കൃപയാട്ടോ. അപ്പം നമ്മുടെ ചുറ്റുപാടും ഉള്ളവരെ നമ്മൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. പിന്നെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നവരോട് കുറച്ച് കൊതി കുത്തി കുറച്ചു നേരമൊക്കെ ഇരുന്നു, പക്ഷെ കുറച്ച് ആ മനസ്സിലിങ്ങനെ വൈരാഗ്യമൊന്നും വെച്ചിരിക്കരുത് കേട്ടോ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്ന ഈ ക്രിസ്മസിന്റെ ഈ സ്റ്റിക്കാണ്. ഈ ക്രിസ്മസിന്റെ സ്റ്റിക്കിന്റെ വില 290 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഒരുപാട് വലുതാണ്. ഇത് കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. ഇത് നമുക്ക് ഇതുപോലെയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളിൽ വെക്കാം, നമുക്ക് ഫ്രണ്ട് എൻട്രൻസ് വെക്കാം. ഇത് എന്ത് രസമാണെന്ന് നോക്കി ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തൊക്കെയോ ഭംഗിയായിട്ടൊക്കെ ഇത് വെക്കാം കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് വെച്ചോണ്ടിരിക്കണേ. എനിക്കിത് ഇഷ്ടമുള്ളത് ഇതിങ്ങനെ നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്ത് നല്ല ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചാൽ അതിനിടയ്ക്ക് ഒരു ക്യാൻഡിലിന്റെ കുഞ്ഞ് സ്റ്റാൻഡ്, അല്ലെങ്കിൽ കുഞ്ഞ് ബൾബ്, കുഞ്ഞു ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്ന ബൾബല്ലേ, അതൊക്കെ വെച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ. പിന്നെ ഇത് തിരിച്ചൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഡോറിന്റെ ഹാങ്ങിങ്ങിലിടാം, കൊളുത്തിയിടാം, കട്ടന്റെ മുകളിൽ ഇങ്ങനെ കൊളുത്തിയിടാം. ഞാൻ ഏത് സമയവും ചെയ്യുന്ന മടിച്ചായതുകൊണ്ട് ഞാൻ എപ്പോഴും എന്ത് ക്രിസ്മസ് ഡെക്കറേഷൻ കിട്ടിയാലും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇതുപോലെയുള്ള സാധനം വിളിച്ചപ്പോൾ ഇത് നമുക്ക് വളയ്ക്കാൻ പറ്റും. അത് കുറച്ച് ഇത് നല്ല ഗ്രിപ്പുള്ള നല്ല സാധനമാണ്. പക്ഷെ ഞാൻ ഇച്ചിരി ഫോഴ്സ്ഫുള്ളി അതിനെയൊക്കെ വളച്ചിട്ട് ഇത് ഈ കട്ടന്റെ അവിടെയും ഇവിടെയൊക്കെ തൂക്കിയിടും കേട്ടോ. അപ്പൊ നമുക്കൊരു ക്രിസ്മസ് ഫീൽ തോന്നൂല്ലോ. ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഡിസംബറിൽ മാഗ്നസ്കേപ്സിലോട്ട് വരുവാണെങ്കിൽ എല്ലാവരും പറയും, ചുമ്മാ തൂക്കിയിട്ടിരിക്കുവാണല്ലോ മോളെ, ഇത് ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോന്നേ. പക്ഷെ ആ ചുമ്മാ തൂക്കിയിട്ടിരുന്ന നല്ല ഭംഗിയുണ്ടെന്ന് പറയും ആൾക്കാർ കേട്ടോ. അത് നല്ല രസമാണ്. പിന്നെ നമ്മുടെ ആ ചുമ്മാ തൂക്കിയിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ 290യുടെ, അത് പിന്നെയും ഒരുപാട് വന്നിട്ടുണ്ട്. അത് വീഡിയോയുടെ അവസാനം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരും കേട്ടോ. അതിപ്പം ഞാൻ എടുത്തു വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് വരാൻ ഇപ്പൊ പറയുന്നതായിരിക്കും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ക്രോസ് സ്റ്റിച്ചിന്റെ ബെഡ്ഷീറ്റ് ആട്ടോ. ഇത് നല്ല ക്രോസ് സ്റ്റിച്ചിന്റെ ബെഡ്ഷീറ്റ്. ഈ ഒരു ക്രോസ് സ്റ്റിച്ചിന്റെ ബെഡ്ഷീറ്റ് നമുക്ക് കിങ് സൈസിൽ, ക്യൂൺ സൈസിൽ സിംഗിൾ അവൈലബിൾ ആണ്. ഡിഫറെന്റ് കളേഴ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് കണ്ടോ എന്ത് രസമാന്ന് നോക്കിയേ, എന്നാ ഭംഗിയാന്ന് നോക്കിയേ. ഇതിന്റെ ഈ പൂക്കളൊക്കെ നല്ല രസമായിട്ടുള്ളതാണ്. ഇതൊരു ക്രോസ് സ്റ്റിച്ചിന്റെ നമ്മുടെ സിംഗിൾ സൈസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പിള്ളേരുടെ റൂമിലും സിംഗിൾ ബെഡ്ഷീറ്റും, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരും അമ്മമാരൊക്കെ കിടക്കുന്ന റൂമിലില്ലേ ഒരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ നമുക്ക് നല്ല ബെഡ്ഷീറ്റ് തന്നെ പിടിക്കണം കേട്ടോ. ഇതെല്ലാം പൂത്തുകെട്ടി അകത്ത് വെച്ച് കുറെ നാളും കഴിഞ്ഞ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും നടക്കത്തില്ല. നമുക്ക് എപ്പോൾ നല്ലതുണ്ടോ ആ സമയത്ത് അങ്ങ് വിരിച്ചേക്കണം കേട്ടോ. അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ആലോചിക്കണ്ട. നല്ല ഭംഗിയായിട്ട് നല്ല രസമായിട്ടുള്ള നല്ലൊരു സംഭവമാണ്. ഇത് കണ്ടോ, ഞാൻ ഈ പൂക്കൾ വരണം എന്ന് പറയത്തില്ല, പൂക്കൾ വലിച്ചെറിഞ്ഞിട്ട് പോയതാട്ടോ. ഇട്ടോളാൻ പറഞ്ഞു കേട്ടോ. കൈ തരാൻ പറ്റത്തില്ല, മുഖം കാണിക്കാൻ ഇഷ്ടമില്ലാത്തത് കൈ വലിച്ചെറിഞ്ഞിട്ട് പോയി കേട്ടോ. അതായത് വലിച്ചെറിഞ്ഞാലും ഇത് പൊടിയൊന്നും ആകത്തില്ല, ഇതിനകത്ത് ഈ ഗിൽറ്റ് ഒന്നും പോകത്തില്ല എന്നൊക്കെ ഞാൻ പറയും. ഇത് കണ്ടോ നല്ല രസമാണ്. നല്ല ഹൈറ്റിലുണ്ട് കേട്ടോ. നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇലയുടെ ഭംഗിയുണ്ട്, നിങ്ങൾ ഇതിന്റെ ഇലയുടെ ഭംഗിയൊക്കെ നോക്കണം കേട്ടോ. ഇതിനകത്തൊരു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ 9 പൂക്കളുണ്ട്. ഈ ഒരു സാധനം നമ്മൾ ഈ വർഷം കഴിഞ്ഞ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ 6, 7, 8, 9 എത്ര 9 to 10 പൂക്കളുണ്ട് കേട്ടോ. 9 പൂക്കളാട്ടോ ഉള്ളത്. നമുക്ക് തെറ്റിപ്പോകാൻ പറ്റത്തില്ലല്ലോ, കൂടിയാലും കുറയാൻ പാടില്ല. അപ്പൊ 9 പൂക്കളുണ്ട്. ഇതിങ്ങനെ കൊളുത്തിയിടാനുള്ള സൂത്രമുണ്ട്. ഇതിങ്ങനെ കർട്ടന്റെ മുകളിൽ വെക്കാം, താത്തി വെക്കാം, എങ്ങനെ വേണം വെക്കാം കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട്
റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. ഞാൻ റേറ്റ് പറയുമ്പോൾ ചില സമയത്ത് അത് കറക്റ്റ് ചില പ്രിന്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ മാഗ്നിസ്കേപ്സ് ബെഡ്ഷീറ്റ് ഓൾമോസ്റ്റ് എല്ലാ ബെഡ്ഷീറ്റും സെയിം വില. നമ്മൾ എപ്പോൾ മാഗ്നിസ്കേപ്സ് തുടങ്ങിയോ അതേ വിലയിൽ, അതേ ക്വാളിറ്റിയിൽ, അതേ ഷേപ്പിലും സൈസിലുമാണ്. സൈസ് മാറ്റേഴ്സ് ആണ് കേട്ടോ. നമുക്കൊരു സാധനം ഇപ്പോൾ ഇച്ചിരി വില കുറച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് ഒരാൾ വിൽക്കുവാണ്, അത് മീൻസ് നമുക്ക് ഓഫർ റേറ്റിൽ വിൽക്കാം, ദറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അത് എല്ലാവരും ഓരോരുത്തർക്കും ഓരോ തരം ബിസിനസ് അല്ലേ. അപ്പം നമ്മുടെ ബെഡ്ഷീറ്റിന് മാഗ്നിസ്കേപ്സിന് ബെഡ്ഷീറ്റ് എന്നും ഒരേ വിലയുള്ളൂ, ഒരേ ക്വാളിറ്റി ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ ബെഡ്ഷീറ്റ് ഒരേ റേറ്റും ഒരേ ക്വാളിറ്റിയിലും സൈസിലും ഡിഫറൻസ് ഇല്ല കേട്ടോ. അത് നമ്മൾ വളരെയധികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കിങ് സൈസ് എന്ന് പറഞ്ഞിട്ട് 2 3 ഇഞ്ചുകളും 5 ഇഞ്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ദർ ഈസ് സം പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിൽ തന്നെ വിചാരിച്ചാൽ മതി കേട്ടോ. ഇനിയുള്ളത് അതിൻ്റെ 2 വലിയ പില്ലോ കവറെ. ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രിന്റ് ആണ് ഇത്. ആക്ച്വലി ഇതുപോലെ വരും കേട്ടോ. എനിക്ക് ഇതുപോലത്തെ ഷീറ്റ് കിട്ടുമ്പോഴാണ് കൂടുതൽ സന്തോഷം തോന്നുന്നത് കേട്ടോ. അതായത് കുറച്ച് പൂക്കളുണ്ട് ഇതിനകത്ത്, ഇതുണ്ട്, നല്ല പൂക്കളുണ്ട്. പിന്നെ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ആ ഷെയ്ഡിൽ നല്ല ലീവ്സ് വന്നിട്ടുണ്ട്, ലീവ്സോട് കൂടിയ പൂക്കളും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ താഴെ നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സൈഡ് ബോർഡർ നല്ല ബ്ലൂ കളറോട് കൂടിയ 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. സൈസ് വന്നിട്ട് 100x100 ഇഞ്ചസ് ആണ്. അപ്പം നമ്മുടെ പില്ലോ കവറിന്റെ സൈസ് ഉണ്ടല്ലോ 17x27 ഇഞ്ചസ് ആണ്. സ്റ്റാൻഡേർഡ് മെഷർമെന്റ്. എന്നിരുന്നാലും മാഗ്നിസ്കേപ്സിന്റെ പില്ലോ കവേഴ്സ് കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഈ സ്നേഹം എന്ന് പറഞ്ഞില്ലേ, നമ്മളൊരു ഒരു സാധനത്തിനോടുള്ള സ്നേഹമല്ല, മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നല്ല കളങ്കമില്ലാത്ത സ്നേഹം. അതായത് ഒരു മെറ്റീരിയൽ ആയിട്ട് ഒരു സാധനം കിട്ടുമ്പോഴുള്ള സ്നേഹമല്ല, ഒരു മാഗ്നിസ്കേപ്സിൽ വന്ന് ഒരു സാധനം മേടിച്ചാൽ അവരോടുള്ള സ്നേഹമല്ല. അത് ആക്ച്വലി ഇറ്റ്സ് എ ഫീലിംഗ് ആണ് കേട്ടോ. എനിക്കിവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും എനിക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണെന്ന് എല്ലാവരും പറഞ്ഞ് ചക്കാന്ന് വർത്താനം പറഞ്ഞ് ലൈക്ക് എനിക്ക് മാഗ്നിസ്കേപ്സ് പറഞ്ഞാൽ എന്താ ആരോ ഒന്നല്ല, എൻ്റെ അപ്നാണ് ഇത്. ലൈക്ക് സാധാരണ എല്ലാവരും ബിസിനസ് ചെയ്യുന്ന പോലെ അല്ല ഞാൻ ബിസിനസ് ചെയ്യുന്നത്. എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒരു സ്നേഹമാണ്. എൻ്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പോലെ എനിക്ക് ഇതിനെയൊക്കെ തൂക്കുക, പറക്കുക, കൊട്ടുക, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിലും ഇതിനൊരു ജീവൻ ഇല്ലെങ്കിലും ഇത് വിരിച്ചാൽ നമ്മൾ അവിടെ കിടക്കുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ആൾക്കാരോടും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്നോട് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരോട് ഞാനും വഴക്കൊക്കെ വേഗം ഉണ്ടാക്കും കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അതെല്ലാം മറന്നു പോയിട്ട് പിന്നെ ചിരിക്കും. അതെൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. വഴക്കൊക്കെ ഉണ്ടാക്കുന്ന സ്വഭാവക്കാരിയാണേ. അത് മോള് വഴക്കൊന്നും ഉണ്ടാക്കാറില്ലേ മോളെ എന്നൊക്കെ മെസ്സേജ് വരും. അതിനുള്ള ആൻസർ ആട്ടോ അത്. വഴക്കൊക്കെ നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. അത് കഴിഞ്ഞ് പക്ഷെ അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. നമ്മളത് മറന്നുപോയി പിന്നെ അവരോട് കൂട്ടുകൂടി നല്ല മിടുക്കരായിട്ടിരിക്കണം. നമുക്ക് എന്തായാലും ഇത്രയൊക്കെ ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇതൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. വർത്താനം പറഞ്ഞ ഷീറ്റ് കാണിച്ചില്ല, ഇതാണ് എൻ്റെ കുഴപ്പം. അതുകൊണ്ടോ നല്ലൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്, ലൈറ്റ് കളർ ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടും. ഇത് സ്റ്റോറിൽ ആക്ച്വലി ഇനി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൂ. ഇത് ആക്ച്വലി വന്ന സമയത്ത് തന്നെ വന്ന കസ്റ്റമർ ഒരു 2-3 കസ്റ്റമർ ഒരേ സമയത്ത് അടുപ്പിച്ചെടുത്തുകൊണ്ട് പോയ ഷീറ്റാട്ടോ. ഇനി ഇതിൻ്റെ ഒരു 2-3 പീസസ് മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ. യൂഷ്വലി നമ്മുടെ ഷീറ്റ്സ് ഒക്കെ കൂടുതൽ അവൈലബിൾ ആണല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം. അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. സൈസ് വന്നിട്ട് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് സിംഗിളും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഡബിൾ ക്യൂൺ സൈസ് വരുന്നുണ്ട്. ഡബിൾ അല്ല, ക്യൂൺ സൈസ് വരുന്നുണ്ട് നോക്കണേന്ന് പറഞ്ഞായിരുന്നു. സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു പിങ്ക് കളറിൽ നമ്മുടെ ക്യൂൺ സൈസിൻ്റെ റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. നല്ല കളറാണ്. ഇന്നിട്ട ഷീറ്റ്സ് ഓരോന്നിനും ഓരോ ഭംഗിയാട്ടോ. ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ, ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ, എങ്ങനെ വേണം കേട്ടോ. ഇതാണ് അടുത്ത ഷീറ്റ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ അടുത്ത ഷീറ്റ് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റ്. ഇനിയുള്ളത് ഇതും നല്ല രസമാട്ടോ. ഇതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഇത് നമുക്ക് ഓർഡർ തരണം. അപ്പം തന്നെയാണ് ഇതൊക്കെ നമുക്ക്
എന്താ വെച്ചാലെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ മേടിക്കണം. മീൻസ് 2-3 ദിവസം കഴിയുമ്പോഴില്ലേ ചിലപ്പോൾ ആ പ്രിന്റ് കാണത്തില്ല കേട്ടോ. നമ്മൾ ആഗ്രഹിച്ചാലും ഞാൻ ആഗ്രഹിച്ചാലും അത് കാണത്തില്ല കേട്ടോ. അതായത് ഒരുപാട് സെയിൽ നടക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെയല്ല, ചില പ്രിന്റുകൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നീട് എന്നുള്ള ഓപ്ഷൻ വേണ്ട കേട്ടോ. ഇത് കാണുന്ന എൻ്റെ ഒരു 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 സ്ഥിരം എനിക്കൊരു വ്യൂവർ ഉണ്ട് കേട്ടോ, എൻ്റെ സീമ മേഡം. പുള്ളിക്കാരിക്ക് മിക്കവാറും ഇന്ന് ഈ ഷീറ്റ് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം വെച്ചാൽ പുള്ളിക്കാരിയുടെ ഒരു ടേസ്റ്റ് ഇങ്ങനെയൊക്കെയാണ്. കാരണം വെച്ചാൽ ചില ആൾക്കാരുടെ ടേസ്റ്റ് നമുക്കറിയാലോ. കുറേ ദിവസമായിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളാണ് പുള്ളിക്കാരിയെ. ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കസ്റ്റമേഴ്സിന് കുറേ പേരൊക്കെ എനിക്കറിയാം. അപ്പം അങ്ങനെ ഞാൻ മിസ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ഞാൻ ആലോചിക്കും, ഒന്ന് സംസാരിക്കണം, ഒന്ന് മിണ്ടണം, ഒരു വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടണം എന്നൊക്കെ ആലോചിക്കും. പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ ഇതുണ്ടോ, പുള്ളിക്കാരി എവിടെയെങ്കിലും ഇരുന്ന് വീഡിയോ എല്ലാ ദിവസവും കാണുന്നുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യണം. പിന്നെ അല്ലേ, എല്ലാവരും നല്ല സന്തോഷത്തോടെ നല്ല സ്നേഹത്തോടെ ഇരിക്കണം. പിന്നെ ഇന്നാണെങ്കിൽ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കും. മാഗ്നിസ്കേപ്സ് വരേണ്ട വഴിയില്ലേ, പില്ലർ നമ്പർ 795 ആണ്. ബെഡ്ഷീറ്റിൻ്റെ റേറ്റ് ആണ് 695. അപ്പോൾ ഈ അങ്കിൾമാരും ചേട്ടന്മാരൊക്കെ കൊണ്ടുവരും, ആൻറ്റിമാരെ കൊണ്ടുവരുമ്പോൾ 795 അവരോട് പ്രത്യേകം പറഞ്ഞ് അങ്ങനെ അവരെ കൊണ്ടുവരാവുള്ളൂ. കാരണം എന്ന് വെച്ചാൽ പില്ലർ നമ്പർ തെറ്റിപ്പോകരുത്, മെട്രോ പില്ലർ നമ്പർ. അപ്പോൾ സൈഡിലുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ്. അല്ലെങ്കിൽ ഇവിടെ വരെ അവർ ഡ്രൈവ് ചെയ്തൊക്കെ വരുമ്പോഴത്തേന് അവർ മടുത്തു പോകും. ലൈക്ക് അതുകൊണ്ട് ആദ്യം തന്നെ പറയണം. അല്ലെങ്കിൽ ലൊക്കേഷൻ വളരെ എളുപ്പമാണ്. മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള വഴി ചെറുപറമ്പത്ത് റോഡിൻ്റെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലോട്ടാണ് നമ്മുടെ മാഗ്നിസ്കേപ്സിന് ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ആയിട്ടുള്ളൂ. അതിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്ത് ഒരു 25-30 വണ്ടിക്ക് പാർക്കിംഗ് ആയിട്ട് സൗകര്യമുണ്ട്. അവിടെ കയറ്റി പാർക്ക് ചെയ്ത് മാഗ്നിസ്കേപ്സിൽ വന്നാൽ മതി. മാഗ്നിസ്കേപ്സ് വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോളാം കേട്ടോ. അപ്പം വെബ്സൈറ്റിൽ ഫോട്ടോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല സന്തോഷത്തോടെ ഇരിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ക്രിസ്മസിൻ്റെ നല്ല നല്ല പൂക്കളൊക്കെ ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ട് 290, 120 അങ്ങനെ ഒരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പൂക്കളുണ്ട്. ഓരോ ദിവസം കാണിക്കുന്ന പൂക്കൾ അന്ന് തന്നെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു.